ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കാം. എത്ര ആസ്കീനെ? നമുക്ക് 4,10,000 രൂപ കൊടുക്കുന്നത്. 4,10,000 ഒരു സിയാസ്, അതും 2015 വണ്ടി. ഓട്ടോ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനലിൽ 3,85,000 രൂപ കൊടുക്കാം. 3,85,000 കൊടുക്കാം. അതെ, അതും 2015 മോഡൽ ഓപ്ഷൻ വണ്ടി. 15 ജാസ്, അതും ഡീസൽ. ഓക്കെ, ഇത് എത്രയാണ് ആസ്കീനെ? ഇത് നമുക്ക് 4,40,000 രൂപ കൊടുക്കാം. 4,40,000 കൊടുക്കാം. എത്ര മോഡല്? 15 മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ. ഓക്കെ, ഓണർഷിപ്പാണ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. മെക്കാനിക് ഒക്കെ? മെക്കാനിക്കും മിയ. ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 5,70,000 രൂപ കൊടുക്കാം. 5,75,000 കൊടുക്കാം. ഇതിന്റെ ക്രിസ്റ്റ, അതും ഒറിജിനൽ കേരള വണ്ടി. എവിടുന്ന് കിട്ടാത്ത വിലയിൽ നിങ്ങൾ കൊടുക്കൂല്ലേ? നമ്മൾ കൊടുക്കും. എങ്ങനെയായിരുന്നു വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? നമ്മളെ ഫസ്റ്റ് വീഡിയോ തകർത്തു. അടിപൊളി. മൂപ്പര് നമ്മളെ കാസർഗോഡായിട്ട് നല്ല ബന്ധമുള്ള ഒരു ടീമാണ്. അപ്പോ നമ്മൾ അവിടെ നിന്നൊക്കെ വണ്ടി പർച്ചേസ് ചെയ്യലുണ്ട് ഇവര്. ഇവിടെ അല്ല, കാസർഗോഡ് വണ്ടികളൊക്കെ ഉണ്ടാവല്ലോ. നമുക്ക് 2 വണ്ടി. അതെ, KL14, KL13 ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ കാസർഗോഡുള്ള ആളുകൾക്ക് അവർക്ക് എന്തായാലും കുഴപ്പമില്ല, നമ്പർ KL14 ആണോ, അത്രേ ഉള്ളൂ അല്ലെ? അങ്ങനെ ഒരു വിഷയം ഉണ്ടേ. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ ഇത് എങ്ങനെയാണ് ഗ്യാരണ്ടി, വാറണ്ടി കാര്യങ്ങളൊക്കെ? നമുക്ക് നമ്മളെ നിന്ന് എടുക്കുന്ന വണ്ടികൾക്ക് നമുക്ക് ഫുള്ള് ഷോറൂം, ചെറിയ കാര്യങ്ങള് എല്ലാം ഇതാണ്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടികൾ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ കൊണ്ടുപോയി അവരുടെ ഇഷ്ടത്തിന്, കസ്റ്റമർ ഇഷ്ടമാണ് നമ്മളത്. എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് പിന്നെ ഹിസ്റ്ററി വേണമെങ്കിൽ ഹിസ്റ്ററി എടുത്തോട്ടെ. നമ്പർ നമ്മളിപ്പോ ഹൈഡ് ഒന്നും ചെയ്യുന്നില്ല, ഒരു വണ്ടിക്കും നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിലുള്ള ബ്രാഞ്ചിൽ പോയിട്ട് ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അല്ല, വണ്ടിന്റെ ഹിസ്റ്ററി എടുത്തിട്ട് അവര് പോന്നോട്ടെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്തോട്ടെ. അങ്ങനെ എടുത്താൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും എന്റെ പ്രശ്നോട് പറയലുണ്ട്. കാരണം എന്താ വെച്ചാൽ, എവിടുന്നാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കും. പിന്നെ വിഷയം വരാൻ പാടില്ല. എടുത്തു പോയിട്ട് പിന്നെ അത് അങ്ങനെയാണ് ബോസ്, ഇത് ഇങ്ങനെയാണ് ബോസ് എന്നൊക്കെ പറയുമ്പോക്ക് അത് ഒരു മോശമാണ് അല്ലെ? അതെ അതെ അതെ. നമുക്കും അറിയില്ല. നമ്മൾ എടുക്കുന്ന ഒരു അല്ലെങ്കിൽ 10, 50 അല്ലെങ്കിൽ 100 കിലോമീറ്റർ. അപ്പൊ നമ്മൾ ആ ക്വാളിറ്റിയെ നോക്കുക. നമുക്ക് ഇവര് ഇതിന്റെ യൂസുകാരില്ലല്ലോ. ചെറിയ ചെറിയ അവർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാം. അത് ആ കണ്ട കണ്ടീഷനിൽ നമുക്ക് കൊടുക്കുക. അതെ. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കര ഒരു വണ്ടിയിൽ ചെറിയ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണാതെ പോകും. അങ്ങനെയുള്ള എന്തുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാക്കി കൊടുക്കും അല്ലെ? തീർച്ചയായിട്ടും. അപ്പോ ഇത് ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു? നമ്മള് പേര് പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡർ ആണ്. കരിങ്കല്ലത്താണി എന്നാ പറയുന്ന സ്ഥലം. കരിങ്കല്ലത്താണി കഴിഞ്ഞിട്ട് ഇവിടുത്തെ പേരെന്താണ്? നമ്മളത് 53 മൈൽ. 53 മൈൽ. ഓക്കെ. ഇനിയിപ്പോ മണ്ണാർക്കാട് ഇവിടത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? മണ്ണാർക്കാട് നമുക്ക് ഏകദേശം 15 കിലോമീറ്റർ. പെരിന്തൽമണ്ണെന്നും 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ. അപ്പോ നടുക്കാണ് വരുന്നത്. മണ്ണാർക്കാടിന്റെ പെരിന്തൽമണ്ണിന്റെ നടുക്കാണ്. അതെ അതെ. പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡർ ആണ് കരിങ്കല്ലത്താണി. അപ്പോ മൂപ്പരെ വിളിച്ചാല് ലൊക്കേഷൻ അയച്ചു കേട്ടോ. അപ്പോ വേറെന്തെങ്കിലും പ്രശ്നോടൊന്നും കാര്യമായിട്ടൊന്നും പറയണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും വണ്ടി കാണിച്ചു കൊടുക്കല്ലേ. പിന്നെ ഒന്ന് പറയാനുള്ള എന്താ വെച്ചാല്, ഈ വീഡിയോയിൽ എല്ലാ വണ്ടികളും കാണിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ചാല് 60ഓളം വണ്ടികളാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോ കൊള്ളുന്നത്ര കൊള്ളിച്ചിട്ട് ഇതിൽ കാണിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡായിട്ട്, അല്ല റീല് നമ്മൾ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോലെ. ആദ്യമായിട്ട് നമുക്കൊരു 7 സീറ്റ് വണ്ടിയിൽ തുടങ്ങാം. അതും ആൾട്ടോ കാറിന്റെ പൈസക്ക് ഈ വണ്ടി തരും. ഒരു നയ പൈസ വേണ്ട, ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് കേട്ടോ. അതും റിനോൾട്ടിന്റെ ഡ്രൈവർ അല്ല, ഒരു 7 സീറ്റ് വണ്ടിയാണ്. RCയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 7 സീറ്റ് ആണ്. ചില വണ്ടികളിൽ 6 സീറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ പിന്നെ നൗഷാദ് ഖാ, ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊന്ന് ഫുള്ള് പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു. 2019 മോഡല് RXT, ഏറ്റവും ടോപ്പ് എൻഡിന്റെ നേരെ താഴെയുള്ള ഓപ്ഷൻ. ഓക്കെ, അലവില് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കാര്യങ്ങളെല്ലാം വരുന്ന വൈപ്പർ, അതുപോലെ തന്നെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്ന വണ്ടി. പിന്നെ ഓട്ടോക്ക് എത്ര ഉണ്ട്? 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി അല്ലെ? അതും സിംഗിൾ ഓണർ വണ്ടി. ഓണർഷിപ്പ് ഒന്നും നോക്കാനില്ല, കണി ചിമ്മിട്ട് എടുക്കുക അല്ല? ഓക്കെ, വണ്ടി എല്ലാ ഭാഗം ഫിറ്റ്. ടയർ ഭാഗങ്ങളും മെക്കാനിക്കലും കാര്യങ്ങളും ഒക്കെ റീപ്ലേസ് ഒന്നുമില്ല, മെക്കാനിക് ഫുൾ ആണ്. ഇത് എത്ര കൊടുക്കാൻ പറ്റും? 4,45,000 രൂപ കൊടുക്കാം. 4,45,000 രൂപക്ക് ഒരു 7 സീറ്റ് വണ്ടി. അതും മോഡൽ കുറഞ്ഞതല്ല, മോഡൽ കൂടിയത് 2019 അല്ല? ഫുള്ളി ലോണിലും കൊടുക്കാം. ഫുൾ ലോൺ, ഒരു പൈസ വേണ്ട, ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അപ്പോ വിളിച്ചോട്ടോ. നല്ല ഖീദുമത്തിന്റെ നിസാന്റെ മാഗ്നറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ചെറിയ പൈസക്ക് സാധനം കിട്ടൂട്ടോ. എങ്ങനെയാണ് ഇത് മോഡൽ? 2022 മോഡല്. പെട്രോൾ വണ്ടി അല്ല? പെട്രോൾ വണ്ടി. ഓക്കെ. 30,000 കിലോമീറ്റർ ഓടിയത്. 30,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ്
സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആണ്, ഒന്നും നോക്കാനില്ല, കണ്ടിജിമിറ്റ് എടുക്കാം. വേറെ റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല, എല്ലാ ഭാഗം ഫിറ്റ് അല്ലേ. ഇത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഉണ്ട് അതില്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ടല്ലോ, ആലോചിച്ചില്ല. ഓക്കെ, ഇത് വണ്ടി മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി. ചോദിക്കാൻ വിട്ടേ, മാനുവൽ ആണ്. ഓക്കെ, എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ലാസ്റ്റ് 5:35 കൊടുക്കാം. 5:35 കൊടുക്കാം, ലോൺ ഇട്ട് കൊടുക്കാം. അതും 2022 ആകെ 30,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഒരു വാഹനം. അതെ, ഫുള്ള് ലോൺ. ഒരു നയ പൈസ വേണ്ട, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കൂ. നല്ല കറുത്ത മുന്തിരി പോലത്തെ മഹീന്ദ്രന്റെ XUV 300 5 സീറ്റർ വണ്ടിയാണ്. നല്ലൊരു പെട്ടി പീസാണ് കേട്ടോ. അതും സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഡീസലാണ്, ഒരു ടെൻഷനും വേണ്ട. എങ്ങനെയാണ് ഇത് മോഡൽ? 2021 മോഡല്, 22 രജിസ്റ്റർ. വെറും 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഒരു വാഹനം. അതെ. ഓക്കെ, അലോയ്സ് എക്സ്ട്രാ കേട്ടിട്ടുണ്ട്, നല്ല അതുപോലെ തന്നെ വേറെ ഇന്റീരിയർ ഭാഗത്തെ ആൻഡ്രോയിഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ, എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കരുത്? ലാസ്റ്റ് നമുക്ക് 8.25 രൂപ കൊടുക്കാം. 8.25 കൊടുക്കല്ലേ? ഓക്കെ, മാക്സിമം ലോൺ കാര്യങ്ങൾ ലോൺ കൊടുക്കാം. ഫുള്ള് ലോണാ? ഇതും ഫുള്ള് ലോൺ കൊടുക്കും. എന്ത് മനസ്സിലാവും? അപ്പൊ ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളും ഫുള്ള് ലോൺ ഉണ്ടല്ലേ? ലോണിൽ കൊടുക്കാം നമുക്ക്. 15 മോഡല്. ഓക്കെ, സിയാസ് VDI പ്ലസ്. മാരുതിന്റെ സിയാസ് VDI പ്ലസ് ആണല്ലേ വരുന്നത്. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ടല്ലോ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നല്ല സീറ്റ് കവർ. ഇന്റീരിയർ ഭാഗത്തൊക്കെ മിയ. അതുപോലെ തന്നെ കമ്പനി സെറ്റ് ഒക്കെ വരുന്ന അത്യാവശ്യം ഓടാനുള്ള കട്ടുള്ള ടയർ ഉണ്ട്. അതും ഹൈബ്രിഡ് വണ്ടിയായിട്ടില്ലത്. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ് തന്നെ. ഓക്കെ, 2015 ഹൈബ്രിഡ് ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി അല്ലേ? ഏകദേശം ഓട്ടം എത്ര ഉണ്ടാവും? 1,60,000 കിലോമീറ്റർ. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഈ വണ്ടി ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റി വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ? പക്ക വണ്ടിയാ. പക്ക അല്ല? ഫുള്ള് ലോണിലും കൊടുക്കാം. ഫുള്ള് ലോണിലും കൊടുക്കാം. എത്ര ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 4,10,000 രൂപ കൊടുക്കുന്നത്. 4,10,000 ഒരു സിയാസ്, അതും 2015 വണ്ടി. ഓട്ടം വൈഡ് ആയത് കൊണ്ടല്ലേ ഈ റേറ്റിന് കൊടുക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. വേറെ റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല വണ്ടിയാണ്. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. ഇതൊക്കെ കമ്പനി കളർ തന്നെ കേട്ടോ. ഇത് പെയിന്റ് റീപെയിന്റ് ഒന്നല്ല, കമ്പനി കളറാണ്, ബ്ലാക്ക്. ഫുള്ള് ലോണിൽ ഇറക്കാനും പറ്റും. അപ്പൊ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചോ. i20 2015 ഫുൾ ഓപ്ഷൻ വേണ്ടേ? ഡീസലാ പെട്രോൾ? ഡീസൽ ഫുൾ ഓപ്ഷൻ അല്ല? ഇത് 2 കളർ കമ്പനി കളറാ? കമ്പനി അല്ല, അതൊക്കെ നമ്മളാക്കിയതാ, അങ്ങനെ ചെയ്തതല്ലേ? ഓക്കെ, എത്ര മോഡലായിരുന്നു? 2015 ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ആണ്. പിന്നെ ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം 1,60,000 തന്നെ. 1,60 ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ആ ഓട്ടം കൂടുതൽ ഉള്ളതുകൊണ്ട് കുറച്ച് കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇടിയും കുത്തൊന്നുമില്ല. ഓക്കെ, ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 4,40,000 രൂപ കൊടുക്കാം. 4,40,000 കൊടുക്കാം. എത്ര മോഡല്? 15 മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ. ഓക്കെ, അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുള്ള് ലോണില്. അതെ. ഇതെങ്ങനെയായിരുന്നു? ഇത് 2021 മോഡൽ വണ്ടി. പെട്രോൾ? പെട്രോൾ 2021 പെട്രോൾ ഓപ്ഷൻ വരുന്നത് VXi. സിംഗിൾ ഓണർഷിപ്പിൽ VXi വണ്ടി. VXi ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. മെക്കാനിക്കും മിയ. ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 5,70,000 രൂപ കൊടുക്കാം. 5,75 കൊടുക്കാം. ഇത് ഓട്ടം എത്ര പറഞ്ഞു? ഓട്ടം 98,000 കിലോമീറ്റർ. 98,000 ഓടിയിട്ടുണ്ട്. 2021 വണ്ടി കേട്ടോ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു ഹോണ്ടന്റെ ജാസ് ഡീസൽ 2015 മോഡൽ, 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു കിണ്ണം പോലത്തെ വണ്ടി. ഇത് എത്ര മോഡൽ പറഞ്ഞു? ഇത് 15 മോഡൽ V എന്ന് പറയുന്ന ഓപ്ഷൻ വണ്ടിയാണ്. ഡീസൽ V ആണല്ലേ? V എന്ന് പറയുമ്പോ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും അല്ലെ? ഓക്കെ, ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ടുള്ള ടയർ ഉണ്ട്. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ ഒക്കെ ഉഷാറുള്ള വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്പർ ആയതല്ല, നമ്പർ ആക്കിയ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ആണ്. അവിടെ ഒരു ഓണർ, ഇവിടെ ഒരു ഓണർ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനലിൽ 3,80,000 രൂപ കൊടുക്കാം. 3,85 കൊടുക്കാം. അതും 2015 മോഡൽ ഓപ്ഷൻ വണ്ടി. 15 ജാസ്, അതും ഡീസൽ. ഫുള്ള് ലോണിൽ കൊടുക്കല? ഫുള്ള് ലോണിൽ കൊടുക്കാം. അപ്പൊ വേണം വിളിച്ചോ. ക്രിസ്റ്റ, അതും ഒറിജിനൽ കേരള വണ്ടി. എവിടുന്ന് കിട്ടാത്ത വിലയിൽ നിങ്ങൾ കൊടുക്കൂല്ലേ? നമ്മൾ കൊടുക്കും. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2017 വണ്ടി. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ. G4 ആണ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ ഓട്ടം 2,10,000 കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ല? ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി. നമ്പർ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല, ഒരു കള്ളത്തരമല്ല. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ഉണ്ട്. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മേജറും കാര്യമൊന്നുമില്ല. ഉള്ളിലുള്ള പരിക്കൊന്നുമില്ല. അത് നിങ്ങൾ ഇവിടെ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത്.
എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം 13,75,000 രൂപക്ക്. 13,75,000 രൂപക്ക് ഒരു ഒറിജിനൽ ക്രിസ്റ്റ. അതെ, അതും 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ്. മാക്സിമം ഫുള്ള് ലോണും ചെയ്യാൻ പറ്റുമല്ലോ? ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2017 മോഡൽ സിംഗിൾ ഓണർ. ഓക്കെ. ഇതും നമുക്കൊരു കുഴപ്പമില്ലാത്ത റേറ്റ് കൂടെ. ഓട്ടം 90,000. വേറെ റീപ്ലേസ്മെന്റ് കാര്യം ഓപ്ഷൻ LXI. എത്ര ഇത് നമുക്ക് 2,38,000 രൂപ കൊടുക്കാം. 2,38,000. അതും 2017 മോഡൽ. ഓക്കെ. മാക്സിമം 10 രൂപ ചെയ്ത് കൊടുക്കാതെ. ഓക്കെ. ഡീസൽ i20 ആണ് കേട്ടോ നിങ്ങൾ പരിചയപ്പെടുന്നത്. മോഡൽ എത്രയായിരുന്നു? 2019 മോഡല്, സിംഗിൾ ഓണർ, 1,28,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യം ഡീസൽ വണ്ടിയാണ്. എല്ലാ ഭാഗം ഒരു റീപ്ലേസ് ഇല്ല. എത്ര കൊടുക്കുന്നത്? ഈ വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. 5,25,000 രൂപ കൊടുക്കാം. എപ്പോഴത്തേക്കും കൊണ്ടുവരികയാണ് തന്നെ. മോഡൽ എത്ര പറഞ്ഞ? 19 മോഡൽ ഡീസൽ വണ്ടി. 19 മോഡൽ ഡീസൽ വണ്ടി 5,25,000 തരും കേട്ടോ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഒരു സ്വിഫ്റ്റ് കാർ, അതും നേവി കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. നേവി കളർ അത്യാവശ്യം എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2022 മോഡൽ സിംഗിൾ ഓണർ VXI വാഹനമാണ്. ഓക്കെ. 60,000 കിലോമീറ്ററോടെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മാനുവൽ വണ്ടി അല്ല? മാനുവൽ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. 2020 വണ്ടി. 22 വണ്ടി. 22 വണ്ടി VXI ആണ് മാനുവൽ. അതെ. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 6,30,000 രൂപ കൊടുക്കാം. 6,30,000 കൊടുക്കാം. 2022 വണ്ടി. അതും ഓട്ടോ എത്ര പറഞ്ഞത്? 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മേജറോ മൈനറോ ഒന്നുമില്ല കേട്ടോ. ഒരു തട്ടോ മുട്ടോ പരിക്കോ ഇല്ലാത്ത ഒരു വാഹനമാണ്. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ടാറ്റന്റെ ടിയാഗോ ആണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2019 മോഡൽ XZR ഓപ്ഷൻ മാനുവൽ. ഓക്കെ. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇവിടെ ഏകദേശം ഒട്ടുമിക്ക വാഹനങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഒന്നും നോക്കാനില്ല. പിന്നെ വണ്ടിമേ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. വേറെ തട്ടുമുട്ടി പേർക്കൊന്നും എത്ര ഇത് നമുക്ക് 3,65,000 രൂപ കൊടുക്കാം. 3,65,000 കൊടുക്കാം. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാം. അല്ല, ഒരു പൈസ വേണ്ട. ആധാർ കാർഡ്, പാൻ കാർഡ് വെച്ചിട്ട് കൊണ്ടുവന്നാൽ ഇവിടുന്ന് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരു ക്രെറ്റ, ഹൂണ്ടൈന്റെ ക്രെറ്റയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി അല്ലേ? എത്ര മോഡലാണ് വരുന്നത്? 2022 മോഡൽ. 22 മോഡലാണ്. ഇത് മാനുവൽ വണ്ടി? മാനുവൽ ആണ്. ഡീസലിൽ മാനുവൽ അല്ല? ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 1,20,000 ഓടിക്കണം. 1 വർഷം വാറന്റി ഉള്ള വാഹനം. കമ്പനി വാറന്റി ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എല്ലാ ഭാഗം ഫിറ്റാണ്. എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. നല്ല അടിപൊളി കളറാണ് വരുന്നത് വണ്ടി. ഈ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഇത് E പ്ലസ് അല്ല? E പ്ലസ് എന്ന് പറയുമ്പോ ബേസ് മോഡലാ? ബേസ് ആണല്ലേ? ഈ അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ് ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് എത്ര ആസ്ക്? ഇത് നമുക്ക് 9,60,000 കൊടുക്കാം. 9,60,000 കൊടുക്കാം. 2022 കറക്റ്റ് ഡീസൽ വണ്ടി കേട്ടോ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് ഫോർഡിന്റെ എക്കോ സ്പോർട്ട്. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ വണ്ടിയല്ല. ഡീസൽ വണ്ടിക്ക് അത്യാവശ്യം എൻക്വയറി വരുന്ന ഒരു വാഹനമാണ് ഫോർഡിന്റെ എക്കോ സ്പോർട്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ സെക്കൻഡ് ഓണർ. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ. സർവീസ് ഉണ്ടാവും? സർവീസ് ഉണ്ട്. ഓക്കെ. മെക്കാനിക് കാര്യമൊക്കെ ഫിറ്റ് ആണല്ലേ? എല്ലാ ഭാഗം ഫിറ്റ് ആണ്. തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം. 4,49,000 രൂപ കൊടുക്കാം. 4,49,000 കൊടുക്കാം. അത് നമുക്ക് അവസാന വില പറയാം. 2015 മോഡല് കംഫർട്ട് ലൈനിൽ കിടക്കുന്ന സെക്കൻഡ് ഓണർ. വെറും 62,000 ഓടിയിട്ടുള്ളൂ. 62,000 ജെനുവിൻ ഓട്ടോ. അതെ. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, ഇടിയും കുത്തൊന്നും ഇല്ലാത്ത ഒരു വാഹനമല്ല. ഇത് പെട്രോൾ അല്ല വണ്ടി? പെട്രോൾ വണ്ടിയാണ്. എത്ര കൊടുക്കുക? 1.2 ആണ്. 1.2. അതെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 3,60,000 രൂപ കൊടുക്കാം. 3,60,000 തരും ടൈപ്പ് വണ്ടി. അതും എത്ര മോഡൽ പറഞ്ഞ? 2015 മോഡൽ. ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റില്ല. ഒരു മിസ്റ്റേക്ക്, ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാ ഭാഗം വിറ്റ്, മെക്കാനിക് വിറ്റ്, സർവീസ് ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി. ഒന്നും നോക്കാല്ല. കൺസ്യൂമർ. അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. മിയ. ഓക്കെ. ഇവിടെ ഒരു എക്സ്പ്രസ് ഓട്ടോമാറ്റിക് വണ്ടിയല്ല, ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ ഒരു വാഹനമാണ്. ഇത് എങ്ങനെയാണ് മോഡൽ? 2019 മോഡൽ സിംഗിൾ ഓണർ. 58,000 കിലോമീറ്റർ ഓടി.
നല്ല ക്വാളിറ്റി വേണ്ടി അല്ലേ? എല്ലാ ഭാഗം ഫിറ്റ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓടാനുള്ള കാട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ? ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? VXI ഓട്ടോമാറ്റിക് പറ്റില്ല. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 3,95,000 രൂപ കൊടുക്കാം. 390 കൊടുക്കാം. എത്ര മോഡൽ? 2019 മോഡൽ. 19 മോഡൽ 390 കൊടുക്കും. ഫുള്ള് ലോണിലും ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ഓക്കെ. അപ്പൊ